ഹായ്, ഗുഡ് മോർണിംഗ്. ഹാപ്പി ഓണം. എല്ലാവർക്കും ഓണത്തിൻ്റെ ആശംസകൾ നേരുന്നു. എല്ലാ മലയാളികളും എല്ലാ കേരളീയരും ജാതി ഭേദ വർഗഭേദമന്യേ ഓണം ആഘോഷിക്കേണ്ടത് ആവശ്യമാണ്. ഒരു ദേശീയ ഉത്സവമാണ് നമ്മുടെ. നമുക്ക് വേറെ ഐഡൻറ്റിറ്റി ഇല്ല, ആ കൂടി ഓരോരോ ഐഡൻറ്റിറ്റി ഉള്ളൂ. കേരളീയ എന്നുള്ള ഐഡൻറ്റിറ്റിക്ക് ചേർന്ന് നിൽക്കുന്ന ഒരു ഉത്സവം മാത്രമേ ഉള്ളൂ, അത് ഓണമാണ്. അതെല്ലാവരും ആഘോഷിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. പക്ഷേ ക്രിസ്ത്യാനികൾ ആഘോഷിക്കുമ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൊന്ന് കെയർഫുള്ളായിരിക്കണം എന്ന് മാത്രം. ഓണക്കോഴി എടുത്ത് കുർബാനയ്ക്ക് പോകുന്നു, എല്ലാവരോടും ഹാപ്പി ഓണം പറയുന്നു, എല്ലാവരും കൂടി ചേർന്ന് സദ്യ കഴിക്കുന്നു, എല്ലാം വളരെ നല്ലതാണ്. പള്ളിക്കകത്ത് ഈ പറഞ്ഞ മാവേലിനെ കൊണ്ടുവരിക, അതുപോലെ തന്നെ മറ്റുള്ള വാമൻ അങ്ങനത്തെ ആൾക്കാരെ കൊണ്ടുവരിക, സദ്യ നടത്തുക എന്നുള്ളതൊക്കെ വളരെ ഒരു തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ്. അതൊക്കെ നമ്മൾ ദൈവത്തെ വെല്ലുവിളിക്കുന്ന പോലെയാണ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. പെരുന്നാളുകൾക്ക് എല്ലാവരും തൊട്ടപ്പുറത്തൊരു ഷെഡ് ഇട്ടിട്ടാണ് നേർച്ച കൊടുക്കുന്നത്. അപ്പം അതുപോലെ തന്നെ ഒരു 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 ചെറുതായിട്ട് പന്തലിട്ടിട്ട് അവിടെ നമുക്ക് സദ്യ വിളമ്പാലോ എന്നൊരു കുഴപ്പമില്ല. പൂക്കളെ ഇടുന്നത് ഒരു ഒരു നമ്മുടെ ഒരു ട്രഡീഷണല്ല. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആരാധനയുടെ ഒരു ഭാഗമാണ് ഈ ഓണത്തോട് ചേർന്നിട്ട്. അപ്പം അത് ചെയ്യാതിരിക്കാൻ നമുക്ക് നോക്കാം. തിരുവാതിരക്കളി ഈ മറ്റേ ഈ ശിവൻ്റെയും പാർവതിയെ കുറിച്ചുള്ളൊരു ആരാധന കീർത്തനങ്ങളാണ് പാടുക. അപ്പം അത് മാറ്റി തിരുവാതിരക്കളി കളിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, കളിക്കല്ലേ. പക്ഷേ ആ കീർത്തനങ്ങളോട് നമുക്ക് പ്രശ്നമായി തോന്നുന്നത് മറ്റുള്ള ദൈവത്തെ ആരാധിക്കുന്ന പോലെ നമുക്ക് തോന്നും. അതിന് പകരം നമുക്ക് മാർഗ്ഗംകളി കളിക്കാം. നല്ല എനർജറ്റിക്കാണ്, അതായത് ഓണം എന്ന് പറഞ്ഞാൽ എനർജറ്റിക് ആയിട്ടുള്ളൊരു ഉത്സവമാണ്. ആ ഉത്സവത്തിന് ചേർന്നിട്ടുള്ള കളി തന്നെ മാർഗ്ഗംകളി തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ വടംവലി, സുന്ദരി പൊട്ടുത്തുട, അങ്ങനത്തെ കുറേ കളികളുണ്ട്. അതൊക്കെ നമുക്ക് എല്ലാ സ്ഥലത്തും നമുക്ക് ചെയ്യാം. പിന്നെ തൃക്കാക്കരപ്പൻ വയ്ക്കുക, അങ്ങനത്തെ പരിപാടികളൊന്നും ചെയ്യരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം അതുപോലെ തന്നെ ഈ മാവേലിനെ കൊണ്ടുവരുന്നതിന് പകരം നമ്മൾ ചേരമാൻ പെരുമാൾ, അവസാനത്തെ ചേരമാൻ പെരുമാളായിട്ട് രാമകുലശേഖരനെ ഒരു കൊണ്ടുവന്ന്, അല്ലെങ്കിൽ അയാളെ ആദരിക്കുന്ന പോലെയൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മാവേലി ഒരു മിത്തോളജി ക്യാരക്ടർ. പക്ഷേ നമ്മൾ ശരിക്കും ഈ പറഞ്ഞ ഓണമൊക്കെ തുടങ്ങിയത് ഈ ചേരമാൻ പെരുമാൾ, അതായത് ചേര രാജകുമാരുടെ ഒരു കാലത്താണ്. അപ്പോൾ അവരുടെ രാജവംശത്തിന് ആദരവായിട്ട് അവർ നല്ലവരായിരുന്നു, നല്ല രീതിയിലാണ് രാജ്യം ഭരിച്ചത്, നല്ല സ്വത്തുക്കളുണ്ടായിരുന്നു. ഈ സ്വത്തുക്കളെ കൈയടക്കാനും ചതയിലൂടെ വചനയിലൂടെയാണ് അതൊക്കെ കയ്യിലാക്കിയത്. അപ്പോൾ അവർക്ക് വേണ്ടി ആദരവ് നമുക്ക് ചെയ്യാം. അപ്പോൾ ഈ ചേരമാൻ പെരുമാൾ, അതായത് രാമകുലശേഖരയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ആദരവ് അർപ്പിക്കാം. അപ്പോൾ എല്ലാ മലയാളികൾക്കും എല്ലാ കേരളീയർക്കും എൻ്റെ ഓണാശംസകൾ നേരുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈശോയുടെ നാമത്തിൽ മാത്രമേ രക്ഷയുള്ളൂ. ഈശോ നമുക്ക് ആരാധിക്കാൻ, സ്ത്രീ കുർബാന 10